ഈ വീഡിയോയിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള മറ്റു 7 ഗ്രഹങ്ങളിലും എത്ര സമയത്തേക്ക് മനുഷ്യന് അതിജീവിക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ ദാമു ഉണ്ട്. സോ ഓരോ പ്ലാനറ്റിലും എന്തായിരിക്കും ദാമുവിന്റെ അവസ്ഥ എന്ന് ക്വിക്കായിട്ട് നോക്കാം. ദാമുവിന് പേടിയുണ്ടോ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. ആദ്യം മെർക്കുറി. ബുധനിൽ ലാൻഡായ ഉടൻ തന്നെ ദാമു ഷോക്കാകും. ഒരു വശത്ത് ഏപ്രിൽ മാസത്തെ പാലക്കാട് അനുഭവപ്പെടുന്നതിനേക്കാളും ഭയങ്കര ചൂട്, ഏകദേശം 430 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ അതിന്റെ മറുവശത്ത് അന്റാർട്ടിക്കയേക്കാൾ തണുപ്പും, -180 ഡിഗ്രി സെൽഷ്യസ്. അവിടെ കാറ്റില്ല, ഓസോൺ ലെയറുമില്ല. സോ റിസൾട്ട് 2 മിനിറ്റില് ഗെയിം ഓവർ. ഈ 2 മിനിറ്റില് ദാമു തന്തൂരി ചിക്കൻ പോലെ ആവുന്നു. പക്ഷെ ദാമു അങ്ങനെ മരിക്കില്ല. അപ്പൊ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് ദാമുവിനെ റിവൈവ് ചെയ്യാണ് അടുത്ത പ്ലാനറ്റിലേക്ക് പോവാൻ. അടുത്തത് വീനസ്. വീനസിൽ എൻട്രായ ഉടൻ തന്നെ വിഷവായുക്കൾ നിറഞ്ഞ മേഘങ്ങൾ കൊണ്ട് അടിയിട്ടുന്നു. വീനസിന്റെ അന്തരീക്ഷം ഫുൾ ആസിഡാണ്. ദാമു ഒരു തവണ ബ്രീത്ത് ചെയ്താൽ ക്ലോസ്. കൂടാതെ ഭൂമിയേക്കാൾ 90 മടങ്ങ് അവിടെ പ്രഷർ അധികമായിരിക്കും. സോ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ദാമു ഒരു പാൻ കേക്ക് പോലെ ആവുന്നു. ഒരു ഫാക്ട് എന്തെന്നാൽ ഇത് സോളാർ സിസ്റ്റത്തിലെ തന്നെ 2ാമത്തെ പ്ലാനറ്റ് ആണ്. സൂര്യനിൽ നിന്നും വളരെ അകലെയാണെങ്കിലും ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുന്ന പ്ലാനറ്റ് ഇതാണ്, ഏകദേശം 465 ഡിഗ്രി സെൽഷ്യസ്. ഇതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ അന്തരീക്ഷമാണ്. അടുത്ത പ്ലാനറ്റ് മാഴ്സ് ആണ്. ദാമു ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്നു. ഇവിടെ ഗ്രാവിറ്റി കുറവാണ്. ഭൂമിയിൽ ഉള്ളതിന്റെ 38% മാത്രം. പൊതുവെ ഭൂമിയിൽ അടികൊണ്ട് പറക്കുന്ന ദാമുവിനെ ഇവിടെ അടി മേടിക്കാതെ തന്നെ പറക്കാം. ഭൂമിയിൽ 70 കിലോ ഉള്ള ദാമുവിന് ഇവിടെ 26.6 കിലോഗ്രാം മാത്രമേ ഭാരമുണ്ടാവുകയുള്ളൂ. പക്ഷെ ഇവിടെ ഓക്സിജൻ ഇല്ല, ടെമ്പറേച്ചറും കുറവാണ്. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് മാത്രമേ അതിജീവിക്കാൻ കഴിയുള്ളൂ. അതുണ്ടെങ്കിൽ തന്നെ അവിടെയുള്ള ലോ പ്രഷർ ദാമുവിന്റെ ബ്ലഡിനെ ബോയിൽ ചെയ്യും. ദെൻ ഫിനിഷ്ഡ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അടുത്തത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ആദ്യത്തെ ഗ്യാസ് ജയന്റ് ആണ്, ജൂപ്പിറ്റർ. സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഭൂമിയേക്കാൾ 11 മടങ്ങ് ഇതിന് വലുപ്പമുണ്ട്. ഇവിടെ ദാമുവിന് ലാൻഡ് ചെയ്യാൻ പോലും കഴിയില്ല. കാരണം ഇവിടെ ഭൂമിയിലുള്ളതുപോലെ ഒരു ദൃഢമായ പ്രതലമില്ല, ഓർ സോളിഡ് സർഫേസ് ഇല്ല. സോ ഇതിനുള്ളിലേക്ക് എന്റേതാകുമ്പോൾ ഓരോ ഗ്യാസിന്റെ ലെയറുകളിലൂടെ ദാമു വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ താഴേക്ക് വീഴുന്തോറും അവിടെ അന്തരീക്ഷത്തിന്റെ പ്രഷർ കൂടി വരുന്നു. ഭൂമിയേക്കാൾ 2.5 മടങ്ങ് ഇവിടെ ഗ്രാവിറ്റി അധികമാണ്. 100 കണക്കിന് ആനകളുടെ അടിയിൽപ്പെട്ട പോലെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ദാമു ചട്നിയാകും. ഇവിടെ ഓക്സിജൻ ഇല്ല. പുറമേയുള്ള താപനില -145 ഡിഗ്രി വരെ പോകും. എന്നാൽ അതിന്റെ കോറിൽ 20,000 ഡിഗ്രി സെൽഷ്യസിലും അധികമായ ചൂടാണ് അവിടെ ഉള്ളത്. ഭൂമിയുടെ അത്രത്തോളം വലുപ്പമുള്ള ദി റെഡ് സ്പോട്ട് എന്ന ഭീകരമായ ചുഴലിക്കാറ്റ് ഇവിടെ ഉണ്ട്. അതിൽ പെട്ട് പിന്നെ ദാമു കറങ്ങും. അടുത്തത് സാറ്റേൺ. ഐസ് കട്ടകളും കല്ലുകളും കൊണ്ട് നിർമ്മിതമായ ശനിയുടെ മനോഹരമായ റിങ്ങുകൾ കണ്ടുകൊണ്ട് ദാമു ശനിയിലേക്ക് എൻ്ററാകുന്നു. അപ്പോൾ ദാമുവിന് മനസ്സിലാകുന്നു ഇതും ജൂപ്പിറ്റർ പോലെ തന്നെ ഒരു ഗ്യാസ് ജയന്റ് ആണെന്ന്. ഇവിടെയും സർഫേസ് ഇല്ല. ഹൈഡ്രജനും ഹീലിയവും കൊണ്ട് നിർമ്മിതമായ ലെയറുകളുടെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ താപനില -178 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ ആഴങ്ങളിലേക്ക് വീഴും തോറും അന്തരീക്ഷത്തിന്റെ പ്രഷറും കൂടി വരുന്നു. കുറച്ച് കിലോമീറ്റേഴ്സുകൾക്ക് ശേഷം ദാമു ഒരു പൊറോട്ട പോലെയായി മാറുന്നു. അവിടെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ദാമുവിന്റെ കഥ കഴിയും. അടുത്തത് യുറാനസ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും തണുപ്പേറിയ പ്ലാനറ്റ് ആണിത്. -224 ഡിഗ്രി സെൽഷ്യസ്. ഇതും ഫുൾ ഗ്യാസ് ആണ്. മെയിനായിട്ട് ഹൈഡ്രജൻ, ഹീലിയം, മീഥേനുകളാൽ നിർമ്മിതമാണ്. ഇവിടെയും എയർ വളരെ ടോക്സിക് ആണ്. ദാമു ഒരു തവണ ബ്രീത്ത് ചെയ്താൽ കോമയിലേക്ക് പോകും. ശ്വാസകോശം ഫ്രീസ് ആവുന്നു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ജീവൻ പോകുന്നു. ദാമുവിന്റെ പ്രയാണത്തിലെ അവസാനത്തെ പ്ലാനറ്റ് നെപ്റ്റ്യൂൺ. ഇവിടെ തണുപ്പിന് ഒരു കുറവുമില്ല. ഏകദേശം -128 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. ദാമു ഇവിടെ എൻ്ററായ ഉടൻ തന്നെ പ്ലാസ്റ്റിക് കവർ പോലെ പറന്നു പോകും. കാരണം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ കാറ്റടിക്കുന്നത് ഇവിടെയാണ്. 2700 കിലോമീറ്ററിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്.
ഇവിടെ ഗ്രാവിറ്റി ഭൂമിയേക്കാൾ കുറച്ചധികമാണ്. ബ്രേക്ക് ഇല്ലാത്ത KSRTC ബസ് ഇടിച്ച പോലെയാവും കാര്യങ്ങൾ. ഹൈഡ്രജൻ, ഹീലിയം, മീഥേനാൽ നിർമ്മിതമാണ് ഇവിടുത്തെ അന്തരീക്ഷം. 1-2 സെക്കൻഡിനുള്ളിൽ തന്നെ ദാമു ഫിനിഷ്ഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ദാമുവിന്റെ മറ്റൊരു സാഹസിക യാത്രകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലിസ്റ്റിലെ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് ഭയങ്കരമായി തോന്നിയതെന്ന് നിങ്ങളുടെ തോട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.